നമുക്കതിന് തുല്യമായിട്ട് പുറത്തെന്ന് പറയുന്ന അച്ചാന്നോ അപ്പാന്നൊക്കെ ഉള്ള വാക്കാണ്. അപ്പോൾ അച്ചാന്നോ അപ്പാന്നൊക്കെ മാത്രം വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം വളരെ ഡിനോട്ടേറ്റീവായൊരു വാക്കാണ് യേശു ഉപയോഗിക്കുക. ദൈവം എന്ന് പറയുന്നത് ആ അടുപ്പുള്ളൊരു വാക്കല്ല, ഒരാളുടെ കർമ്മമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വളരെ ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള വാക്കാണ്. ആ വാക്ക് യേശു എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ജീവിതം പ്രഭാമയം സന്നിധാനം. നോമ്പിൻ്റെ 7 വാരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ 7 മൊഴികളെ കാണാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ആദ്യത്തെ 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ള സുവിശേഷം. അവിടെ സഞ്ചരിച്ചപ്പോഴൊക്കെ പറയാൻ ശ്രമിച്ച കാര്യം കുരിശിൽ നിശ്ചലമാകുമ്പോൾ അവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 1, ലോകത്തിന് മാപ്പുണ്ട്, യു ആർ നോട്ട് ലോസ്റ്റ്. 2, ലോകത്തിന് മോക്ഷമുണ്ട്, യു ആർ നോട്ട് ലേറ്റ്. കണ്ണിമ അടയുന്നതിന് മുമ്പാണ് ഒരാൾ ആ മോക്ഷ കവാടത്തിൽ ഇങ്ങനെ കൊട്ടി വിളിക്കുക. ഒടുവിലായിട്ട് നിങ്ങൾ ഒറ്റയല്ല, യു ആർ നോട്ട് എലോൺ. ഇതായിരുന്നു 33 വർഷത്തെ അവിടുത്തെ ജീവിതത്തിൻ്റെ കാതൽ. അവിടുത്തെ പറയാൻ ശ്രമിച്ചതും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചതുമൊക്കെ ഈ ദൂതായിരുന്നു. ഒരു മലയിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മറ്റൊരു മലയിൽ എത്ര തീക്ഷ്ണമായിട്ട് നമുക്കറിയാം. ഗിരിപ്രഭാഷണത്തിൻ്റെ മലയിലൊക്കെ ഇത്തരം സന്ദേശങ്ങളുടെ സീഡ് കിടപ്പുണ്ട്. അതിങ്ങനെ പൂക്കളും കനികളുമൊക്കെ ആയിട്ട് മാറുന്നത് ഈ കാൽവരി എന്ന് പറയുന്ന മലയിലാണ്. നമുക്ക് വേണ്ടി മുഴങ്ങിയ സുവിശേഷം അതൊക്കെ. പിന്നീടുള്ള 4 കാര്യങ്ങൾ അവിടുത്തെ തന്നെ ഏകാന്ത ഭാഷണങ്ങളാണ്, സോളിലോക്കിയ. അവിടുന്ന് എന്നോട് തന്നെ പറയാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ തെല്ലുറക്കെ ആയതുകൊണ്ട് നമ്മൾ കേട്ടുന്നേ ഉള്ളൂ. 4-മത്തത് വലിയൊരു നിലവിളിയാണ്, ഏൽ ഏൽ ലാമ ശബക്താനി. എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇനിയും വ്യക്തത ലഭിച്ചിട്ടില്ല. ഓർമ്മിക്കണം, അന്ന് ആ നിലവിൽ കേട്ടന്ന് തൊട്ട് അതിനും ഇത് ആവശ്യത്തിലുള്ള സന്ദേഹങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. താഴ്ന്ന മനുഷ്യർ പറഞ്ഞ ഇങ്ങനെയാണ്, അവൻ ഏലിയായി വിളിക്കുന്നു. അപ്പോൾ ഇവിടെ സന്നിധരായ മനുഷ്യർക്ക് പോലും സംശയങ്ങളുണ്ടാക്കിയ, കാര്യമായ തീർപ്പുകളെത്താൻ പറ്റാതെ പോയ ഒരു നിലവിളിയാണ്. എന്നിട്ട് എല്ലാ കാലങ്ങളിലും, വിശേഷം നോമ്പ് കാലങ്ങളിൽ, ഈ നമ്മുടെ ആത്മീയ ഭാവനയെ വല്ലാതെ ഉദ്ദീപിക്കുന്നുണ്ട്, വല്ലാതെ ഭാസുരമാക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിളിയുടെ മനുഷ്യൻ എന്നൊക്കെയാണ് യേശയ്യാ വിളിക്കുക, സഫറിങ് സെർവൻറ്റ്, യാവയുടെ ആ സഹനദാസൻ എന്നാണ് വിളിക്കുക. പക്ഷേ എന്തായിരിക്കും നമ്മൾ യേശുവിലേക്ക് അടുപ്പിച്ച് നിർത്തുക? യേശു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഭൂമി എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഭൂമി എന്നിലേക്ക് ആകർഷിക്കപ്പെടും. 12,000 വർഷങ്ങളായിട്ട് മാനവരാശി എന്തുകൊണ്ടാണ് ഇയാൾക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇയാളിലേക്ക് ഏകാഗ്രമാകുന്നത്? എന്തുകൊണ്ടാണ് ഇയാളുടെ കാൽപാദങ്ങളിരിക്കുന്നത്? എനിക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഘടകമുണ്ട്. നമ്മുടെ തന്നെ ദുഃഖങ്ങൾ നമ്മൾ അയാൾ കാണാനായിട്ട് ശ്രമിക്കുക. ദുഃഖങ്ങളുടെ ഈ മഹാപ്രഭുവിന് നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് ധാരണയുണ്ടെന്നുള്ളൊരു ബോധത്തിലായിരിക്കണം. പക്ഷേ ഇത്രയും ദുഃഖിതര, മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ദുഃഖമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തായായ ഭാവം ദുഃഖമാണ്. ദൂരത്തൊക്കെ നോക്കുമ്പോൾ ഫലിതമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ആ ക്ലോസപ്പിലേക്ക് വരുമ്പോൾ വളരെ ദുഃഖപൂരിതമാണെന്നൊക്കെ ഈ ചാപ്പിളിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ചിരിപ്പിച്ച ഈ മനുഷ്യൻ വലിയ ദുഃഖിതനായ മനുഷ്യനായിരുന്നൊക്കെയാണ് അതിന് ആത്മകഥയിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. മനുഷ്യൻ്റെ ആ സ്ഥായിയായ ഭാവം ദുഃഖമായിരിക്കവേ ഇത്രയും ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരാളുമായിട്ട് കുട്ടികളുടെ ഭാഷയിൽ നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ നിലവിളിയാണ് ഈ വാരത്തിൽ നമ്മുടെ ധ്യാനചിന്തകളെ ഭാസുരമാക്കാനായിട്ട് നമ്മൾ കരുതി വെക്കേണ്ട ഒരു വിചാരം. ദുഃഖം കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ ആകാശം ചുരുങ്ങുന്നതാണ് ദുഃഖം. ഖമെന്ന് പറഞ്ഞാൽ ആകാശമാണ്. ഈ ചുരുങ്ങിയ ആകാശത്തിൻ്റെ പേരാണ് ദുഃഖം. നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്കറിയാം, ഒരു ദുഃഖിതനെ ഒന്നും തൊടുന്നില്ല, അയാൾക്ക് ചുറ്റും പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം. കുട്ടികൾ പോപ്പം കഴിക്കുന്നുണ്ട്, മറ്റാരോ തെരുവ് നൃത്തം ചവിട്ടുന്നുണ്ട്, ഏതൊക്കെയോ വിനോദങ്ങളിൽ മനുഷ്യർ ഏർപ്പെടുന്നുണ്ട്. ഒരു വാഹനത്തിനകത്ത് ദുഃഖിതനായൊരു മനുഷ്യൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഇതൊന്നും അയാളെ സ്പർശിക്കുന്നില്ല. ഫസ്റ്റ് അയാളിലേക്ക് തന്നെ ചുരുങ്ങുമെന്ന് പറയുന്ന വലിയൊരു ദുര്യോഗ കാലത്തിൻ്റെ പേരാണ്, ദുര്യോഗ ഋതുവിൻ്റെ പേരാണ് ദുഃഖം എന്ന് പറയുക. യേശു ഈ എനിക്കൊന്ന് അടിസ്ഥാനപരമായിട്ട് ദുഃഖിതനായൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ വിചാരങ്ങളും പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ ഒരു വാക്കെന്നൊക്കെ പറയുന്നത് നമ്മൾ നടുക്കുന്നൊരു വാക്കാണ്. എനിക്ക് മരിക്കുന്ന പറ്റി ദുഃഖം തോന്നുന്നുള്ള. പക്ഷേ എൻ്റെ കൃത്യമായ വിവർത്തനമൊക്കെ നമ്മൾ വല്ലാതെ അലട്ടും. ഇങ്ങനെ
സ്വയം മരിക്കുന്ന വിധത്തിൽ എനിക്ക് ദുഃഖം വരുന്നൊക്കെ. നമുക്കത് വലിയ ഷോക്കിങ്ങാണ് ആ ഒരു വാക്കെന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നും യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, യേശു ഉദ്ദേശിച്ചിട്ടുണ്ടാവുമോ? പിന്നുള്ള ഭാഗങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ആത്മഹത്യ ചെയ്തേക്കുമെന്ന് യഹൂദർ കരുതിയതായിട്ട് ദിവസവും പറയുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സൂചന ആ ഒരു വാക്കിനകത്തൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ ദുഃഖിതനായ മനുഷ്യൻ ലോകത്തെ ഏറ്റവും സ്നേഹസമ്പന്നനായിട്ടും ഏറ്റവും സ്നേഹത്തിൽ മുക്തനായിട്ടുമൊക്കെ ജീവിച്ചു. വിലാപത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവരുടെ ദുഃഖങ്ങളുടെ സമാഹാരമാണ്. ആ വിലാപത്തിൻ്റെ പുസ്തകത്തിനകത്താണ് ഒരു പക്ഷേ നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരമായ ഏറ്റവും പരിചയമുള്ളൊരു വാക്ക് ലഭിക്കുന്നത്, ഓരോ പുലരിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. ദൈവം തൻ്റെ സ്നേഹത്തെ റിന്യൂ ചെയ്യുന്നതൊക്കെ ദുഃഖത്തിന് പിടുത്തം കിട്ടുന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വല്ലാത്തൊരു വചനവിചാരം. എന്തുകൊണ്ട് ഈ ദുഃഖം എന്നൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു റിജക്ഷൻ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുക. ഒരാൾ അയാളുടെ ജീവിതം ആകപ്പാട് ഏകാഗ്രമാക്കിയത് ഈശ്വരന് മാത്രമാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ സാന്നിധ്യത്തെക്കുറിച്ച് അയാൾക്ക് വലിയ ധൈര്യമൊന്നുമില്ല. നമുക്കറിയാം യോഹന്നാൻ ഗസമൻ തോട്ടത്തിലെ വിവരങ്ങളൊന്നും രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ട് അയാൾ ലിങ്ക് ചെയ്യുന്നത്, അയാൾ കണക്ട് ചെയ്യുന്നത് തിരുവത്താഴ മേശയിൽ ഒരു വാക്കോട് കൂടിയാണ്. എന്താണത്? നിങ്ങൾ എന്നെ വിട്ടുപോകും, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു മുഹൂർത്തം വരും. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഈ മനുഷ്യൻ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ജൂദാസിൻ്റെ ഒറ്റിലേക്കാണ്. ഗസമനിൽ സംഭവിച്ച ഒരു കാര്യങ്ങളെക്കുറിച്ചും ഈ മനുഷ്യൻ ഒന്നും എഴുതി വെക്കുന്നില്ല. മറ്റ് സുവിശേഷകരൊക്കെ അതിന് വളരെ എലാബറേറ്റായിട്ട് എഴുതുന്നുണ്ടെന്ന് ഒക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസം പിടുത്തം കിട്ടുക. കാരണം ആ ഏകാഗിയാകാൻ പോകുന്നൊരു മനുഷ്യനാണ്, ദുഃഖിതനായൊരു മനുഷ്യനാണ്. ആ ദുഃഖത്തിൻ്റെ ഒക്കെ ആ പീക്ക് മൊമെൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനവിചാരം. മനുഷ്യരുടെ റിജക്ഷന് വേണ്ടി യേശു തൻ്റെ ഹൃദയത്തെ പരുവപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് വേദപുസ്തക വായനയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാശം. പക്ഷെ ദൈവം കൈവിട്ടുകളഞ്ഞ എന്നാ ചെയ്യും? മുങ്ങിത്തുടങ്ങുന്നവൻ്റെ അവസാനത്തെ വൈക്കൽ തുരുമ്പിൻ്റെ പേരാ ദൈവം. അതുകൂടി ഇല്ലാതെ അതുകൂടി കവർന്നെടുക്കപ്പെട്ട ഒരാൾ ഇങ്ങനെ അഗാധ വിധിയിലേക്കോ വ്യഥയിലേക്കോ ഒക്കെ കൂപ്പൂത്തുന്ന ഭാഗം ഇത്. ജോണദാർക്കിനെ കുറിച്ച് ഒത്തിരി കല നടന്നു, ചലച്ചിത്രങ്ങൾ വരെ വന്നിട്ടുണ്ട്. അല്ലാതെ ഒരെണ്ണം വളരെ സ്ട്രെയിഞ്ചാണ് വാസ്തവത്തിൽ. ജോണദാർക്ക് വിചാരിക്കുന്നത് താൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇങ്ങനെ യേശു ആവശ്യപ്പെട്ട. എന്നിട്ടോ ഈ സ്ത്രീ തടവറയിലായിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. യേശുവിനോട് അവൾ പരിഭവം പറയുകയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞനുസരിച്ചിട്ടാണ്, അങ്ങേക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ചിത്രത്തിലെ യേശു പറയുകയാണ്, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ ചെയ്തൊന്നും എനിക്ക് വേണ്ടിയായിരുന്നിട്ടില്ല. ഈ മുഴുവൻ രാജ്യവും അവൾക്കെതിരാകുന്നതിനേക്കാൾ കഠിനമായിട്ട് അവൾക്ക് തോന്നുന്ന ആ ഭാഗമാണ് ഡിസോൺ ബൈ ദ ലോഡ്. മനുഷ്യൻ അങ്ങനെ ഒരു വല്ലാത്തൊരു മുഹൂർത്തം ഉണ്ടാകും. ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ എല്ലായിടത്തും ഇരുട്ട് വരെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമാ ശബക്താനി. ഇരുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്നൊരു അവസ്ഥയാണ്. വേദപുസ്തകത്തിൽ ഒരാൾക്ക് പതിക്കാവുന്ന ഏറ്റവും വലിയ ലോസ്റ്റ് ഫീലിംഗ് ആണ് ഈ ഇരുട്ടെന്ന് പറയുന്നത്. എത്ര ചുരുക്കിയാണ്, എത്ര അബ്രിവേറ്റ് ചെയ്തിട്ടാണ് ജൂഡസിൻ്റെ വിധി വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. ജൂഡസ് മേശയിൽ നിന്ന് പുറത്തേക്ക് പോയി, ഒരൊറ്റ വരെയുള്ളൂ അടുത്തത്, പുറത്ത് ഇരുട്ടായിരുന്നു. അപ്പോൾ ആ ഇരുട്ടെന്ന് പറയുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ ഈ വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനിലൊക്കെ വായിക്കുന്ന കണക്ക്, ഇവിടുത്തെ ക്രോസിലൊക്കെ വായിക്കുന്ന കണക്ക്, ഇങ്ങനെ ആത്മാവിൻ്റെ ഇരുട്ട് രാത്രികൾ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അവിടെ ഇങ്ങനെ ദൈവം വിട്ടുകളയുന്നൊരു തോന്നലാണ്. അത്തരം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിൽ കടന്നുപോയ ഒരു സ്ത്രീയെ നമുക്ക് നന്നായിട്ടറിയാം. അവരുടെ പേര് മദർ തെരേസ എന്ന്. അവരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള നടപടികൾ നടക്കുമ്പോൾ അവരുടെ ഡയറികൾ വാസ്തവത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ചില പ്രത്യേക ദിനങ്ങളിലൊക്കെ അവരെഴുതുകയാണ്, ശരിക്കും നീ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിൻ്റെ ആലോചന നടന്നോ, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ചതാണോ? ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ദൈവം കൈവിട്ട് പോകുന്നു, അല്ലെങ്കിൽ ദൈവവും തനിക്കും ഇടയിലായിട്ട് ഇപ്പോൾ ഒരു പാലമില്ലെന്നൊക്കെ ഒരു തോന്നലിലൊക്കെ ആ സ്ത്രീ എഴുതിയ വർത്തമാനങ്ങൾ വാസ്തവത്തിൽ ആ സ്ത്രീയുടെ സെയിൻറ്ഹുഡിനെ കുറേ കൂടി പ്രകാശിപ്പിച്ചിട്ടേ ഉള്ളതെന്നൊക്കെയാണ് പിന്നീട് നമ്മളെത്തുന്ന നിഗമനങ്ങൾ. കാരണം ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടും ഒരാൾ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ആ ഒരു സമഗ്രതയിലേക്ക് എത്തുക, എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഇടങ്ങളിലേക്ക് എത്തുക എന്നുള്ളതിൻ്റെ കൂടി പാഠം. ഈ കരച്ചിലാണ് ഈ ഒരു ഭാഗം അവസാനിച്ചിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഈ പ്രഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ കരച്ചിലല്ല ഈ കാര്യങ്ങൾ അവസാനിക്കുന്നത്. പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന കണക്കാണ് സ്നേഹം. നമുക്കറിയാം യേശുവിൻ്റെ ഒടുവിലത്തെ മൊഴിയെന്ന് പറയുന്നത് നിൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ അർപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കൈവിട്ട് കരങ്ങളിൽ തന്നെ അർപ്പിക്കുകയാണ് പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഒരു സീക്വൻസിൻ്റെ ഭാഗമായിട്ട് ആ 7ാമത്തെ മൊഴിയിൽ അതിനെക്കുറിച്ച് വീണ്ടും കണ്ടെന്നിരിക്കും. പക്ഷേ അതുകൂടി കൂട്ടിച്ചേർത്താൽ മാത്രമേ ഈ ഒരു നിലവിളി നമ്മൾ ഉലക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വെച്ചിങ്ങനെ തിരിച്ചു വരാനാവാത്ത വിധത്തിൽ നമ്മൾ വല്ലാതെ പതറിയും
തകർന്നു നോക്കി നിന്ന് പോകുന്നവരും. കാരണം അവിടുന്ന് പോലും നിലവിളിച്ച് അവസാനിപ്പിക്കുന്നത് മൈ ലോഡ് ഐ ഹാവ് യു ഫോർസേക്കൺ മീ. ആ ഒരു വാക്കുകൂടി ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും യേശു ദൈവത്തെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഉപയോഗിക്കാത്തൊരു വാക്കായത്. ചിലർ പറയുന്നുണ്ട് ഇത് പഴയ നിയമത്തിലെ ഒരു സങ്കീർത്തനത്തിൻ്റെ ആവർത്തനമായിരുന്നു, യേശു ഒരു പ്രാർത്ഥന ഉറക്കെ ചൊല്ലുന്നതാണെന്നൊക്കെ ആയിരിക്കാം. പക്ഷേ വല്ലാത്തൊരു വിഷമുണ്ടാക്കുന്ന ഒരു ഘടകം ഇതാണ്, ഇത്രയും കാലം ആ പരമചൈതന്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉപയോഗിച്ചിരുന്ന വാക്ക് അബ്ബ എന്ന് മാത്രമായിരുന്നു. അരമായിക്കാണ് ആ വാക്ക് നമുക്കറിയാം, ഹീബ്രുവിൻ്റെ തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ട അതിൻ്റെ കസിനൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാഷയത്. വളരെ സ്വീറ്റായൊരു വാക്കാണ്. നമുക്കതിന് തുല്യമായിട്ട് ഇവർക്കെന്ന് പറയുന്ന അച്ചാന്നോ അപ്പാന്നൊക്കെ ഉള്ള വാക്കാണ്. അപ്പോൾ അച്ചാന്നോ അപ്പാന്നൊക്കെ മാത്രം വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം വളരെ ഡിനോട്ടേറ്റീവായൊരു വാക്കാണ് യേശു ഉപയോഗിക്കുക. ദൈവം എന്ന് പറയുന്നത് ആ അടുപ്പുള്ളൊരു വാക്കല്ല, ഒരാളുടെ കർമ്മവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വളരെ ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള വാക്കാണ്. ആ വാക്ക് യേശു എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ദുഃഖിതൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ദുഃഖിതന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അയാൾക്ക് ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി നഷ്ടമാകും. കാര്യങ്ങൾ ഒറ്റയാണെന്ന് അയാൾക്ക് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു പക്ഷേ ദൈവം അങ്ങനെ മാനുഷികമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ പിതാവായ ദൈവത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയൊരു വിളി കൂടി ആയിരിക്കണം അത്. കാരണം ഇത്രയും കാലം നമുക്ക് പരിചയമുള്ള ചില പദങ്ങൾ നമ്മൾ മാറ്റി വിളിക്കുമ്പോഴേക്ക് നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിളിക്കുന്ന വാക്കുകൾ എന്തെങ്കിലും ഒരു ദിവസം പേര് ചൊല്ലി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മാറി വിളിക്കുമ്പോഴേക്ക് ആ കുട്ടികൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ കുട്ടിയുമായിട്ട് ദേഷ്യത്തിലാണെന്നൊക്കെ തോന്നുന്ന കണക്ക് വലിയൊരു ഭാരം വേണമെങ്കിൽ ആ ചെറിയ മാറിയ ഭാഗത്താണ് സംഭവിച്ചിട്ടുണ്ടാവാം. എന്തിനാണ് എന്നെ കൈവിട്ടത്? ഒരു ഉത്തരവും കിട്ടുന്നില്ല. കാലാകാലങ്ങളായിട്ട് ഈ റിജക്റ്റായ മനുഷ്യരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ എന്തിനാണ് കൈവിട്ട് കളഞ്ഞത്? മറ്റു കാര്യങ്ങൾക്കകത്ത് ഒരു പക്ഷേ മാനുഷികമെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ്റെ ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് സംഭവിക്കാവുന്ന കരുതാവുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കൈവിട്ടുള്ള ഞാൻ എന്നാ ചെയ്യും? ഇവിടെ ഇങ്ങനെ വലിയ നിശബ്ദതയാണ്. നമുക്കറിയാം, ഇത് കൃത്യമായിട്ട് പഴയ നിയമത്തിൽ ജോബിൻ്റെ ചോദ്യമാണ്. എന്തിനാണ് ഈ നല്ലവർ സഹിക്കേണ്ടവർ, എന്തിനാണ് നല്ലവരെ കൈവിട്ട് കളയുക? ദൈവം ജോബിനോട് എന്തെങ്കിലുമൊക്കെ കൊച്ചുവർത്താനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുസൃത ചോദ്യങ്ങൾ ചോദിച്ച് ഈ മനുഷ്യരുമായിട്ട് കുറേ കൂടി സൗഹൃദത്തിലാവുന്നുണ്ട്. എന്നിട്ടോ അത്തരമൊരു അനുഭവം പോലും ആ പിതാവായ തമ്പുരാനിൽ നിന്ന് ഈ നിലവിളിയിൽ കിട്ടുന്നില്ല എന്നുള്ളത് വല്ലാതെ കഠിനമായിട്ട് ഈ കാര്യത്തെ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ ചിന്തകന്മാർ പറയുന്നത്, അപ്പോൾ അവിടെ സംഭവിച്ച ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദത അവർ വിളിക്കുന്ന വാക്ക് ദ മോസ്റ്റ് അഗ്രസീവ് സൈലൻസ് എന്നാണ്. ഇത്രയും അഗ്രസീവായിട്ട്, ഇത്രയും വയലൻ്റായിട്ട് സൈലൻസ് വേറെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും നമുക്ക് അറിയാവുന്ന കണക്ക് കാര്യങ്ങൾ റസ്യമാവുക, കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ബൗൺസ് ചെയ്യുക. നിങ്ങളൊരു പന്ത് എറിയുന്ന കണക്കാണ്, എന്തുമാത്രം ഊക്കോടുകൂടി അതിനെ എറിയുന്നു അത്രയും ശക്തിയോടെ തിരികെ വരുന്ന പറയുന്നത് കണക്ക് ഈ സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് എങ്ങോട്ടും പോകാനില്ല. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ ആരംഭത്തിലൊക്കെ യേശുവിനോടൊപ്പം കുറച്ച് പേരുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് അവരവനെ കൈവിട്ട് പോകുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോകണോ? വലിച്ചെറിയുക. വാസ്തവത്തിൽ വലിച്ചെറിയാനായിട്ടുള്ള ഒരു സന്നദ്ധമായിട്ട് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അത് സ്നേഹത്തിനുണ്ടാകുന്ന ഒരു ചലഞ്ചാണ്. വാസ്തവത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകുമോ? ഇപ്പോൾ പത്രോസിൻ്റെ ഒരു നിലവിളിയാണ് വാസ്തവത്തിൽ നമ്മുടെ മെഡിറ്റേഷൻ ആധാരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഞങ്ങൾ എവിടേക്കാണ് പോകാനുള്ളത്? എത്ര നീ കൈവിട്ടെന്ന് പറഞ്ഞാലും, എത്ര നീ അകന്നു പോയിക്കൊള്ളാൻ പറഞ്ഞാലും ഞങ്ങൾ എവിടേക്ക് പോകും? വേറെ എവിടേക്കാണ് പോവുക? വാസ്തവത്തിൽ ദൈവം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യർ തങ്ങളുടെ ദുരിതകാണ്ഡങ്ങൾ എങ്ങനെയായിരിക്കും ജീവിച്ചു തീർക്കുക? അവരെന്തിലായിരിക്കും തങ്ങൾ പ്രത്യാശ വെക്കുക? ഇപ്പോൾ പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന കണക്കാണ് സ്നേഹം. എത്ര വലിച്ചെറിഞ്ഞ് കളഞ്ഞാലും പിന്നെയും ഇങ്ങനെ കാൽച്ചുവട്ടിൽ വന്ന് ആ ചുരുണ്ടൂടി കിടക്കുക എന്ന് പറയുന്ന കണക്കാണ് വാസ്തവത്തിൽ. ഓഖി ആ ദുരന്തം സംഭവിച്ച കാലത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ദ്വീപിൽ അർപ്പിച്ചൊരു വൈദികൻ തന്നെ അനുഭവം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോഴേക്ക് ഏകദേശം 3-ാം ദിവസമാണ്. 2 ദിവസമായിട്ടിങ്ങനെ കടലിൽ പോയ മനുഷ്യർക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. അന്നവും ഇല്ല, ഉറക്കവും ഇല്ല. പള്ളിമണി അടിക്കുമ്പോഴാവട്ടെ ഇതേ ആൾക്കൂട്ടം പള്ളിയിലേക്ക് വരികയാണ്. നേരെ ഇരിക്കാനുള്ള ആരോഗ്യമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുണ്ടുകൂടി കിടക്കുക ഇവർ. ആദ്യമായിട്ട് ഒരു കുർബാനയ്ക്ക് ഇത്രയും അർത്ഥമുണ്ടെന്ന് ആ വൈദ്യൻ അനുഭവപ്പെടുക. കാരണം പൊതുവെ നമ്മൾ കുർബാന അർപ്പിക്കുന്നത് മനുഷ്യർ നല്ലതുപോലെ വേഷം ധരിച്ച് കൃത്യമായിട്ട് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആചാരങ്ങൾ ഏർപ്പെടുന്ന മനുഷ്യരുടെ മധ്യയാണ്. ഇതാവട്ടെ ചുരുണ്ടുകൂടി കിടക്കുക, നേരെ നിൽക്കാനായിട്ട് ആവതില്ലാത്ത മനുഷ്യർ. പ്രശ്നം അതല്ല, ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അവരെന്തിനായി കുർബാന കൂടാൻ വരുന്നത്? എൻ്റെ ഒരു വ്യക്തിപരമായ വിഷമം ഇതാണ്, ദൈവം അവരോട് ഫെയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കടലിൽ പോയ മനുഷ്യർ മടങ്ങി വന്നിട്ടില്ല. എൻ്റെയൊക്കെ ഒരു മാനസിക അവസ്ഥയിൽ അവരോട് നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് ബ്ലോക്ക്ഡാകും.
നമുക്കിനി മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നിട്ടും ആ ദൈവം കൈവിട്ടിട്ട് ചില മനുഷ്യർ ദൈവത്തെ കൈവിടുന്നില്ല. ഇവരിലൊക്കെ ആ ക്രിസ്തുവിൻ്റെ കൃത്യമായ നിഴൽ വന്ന് വീണ് കിടപ്പുണ്ടാകും. ധീരനായ പുരുഷൻ എന്നൊരു മിത്ത് കാലാകാലങ്ങളായിട്ട് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്റ്റോയിക്കായൊരു മനുഷ്യനാണ്, കരയാത്തൊരു മനുഷ്യൻ, നെടുവെപ്പില്ലാത്തൊരു മനുഷ്യൻ, എല്ലാത്തിനെയും സ്ഥായിയായ അകലത്തോടി നിലനിർത്താൻ ശ്രമിക്കുന്നൊരു മനുഷ്യൻ. അത്തരം സങ്കല്പങ്ങളൊക്കെ യേശു എന്ന് പറയുന്ന ഈ പരിപൂർണ്ണ മനുഷ്യനിൽ ഇങ്ങനെ അടിമുടി തകരുക. ഈ വിലാപത്തിൻ്റെ ഈ മനുഷ്യൻ കരയുന്നതിൽ കുഴപ്പമില്ലെന്ന്, ദുഃഖിതരാകുന്നതിനകത്ത് കുഴപ്പമില്ലെന്ന്, നിലവിളിക്കുന്നതിനകത്ത് കുഴപ്പമില്ലെന്ന് നമ്മളോട് പറഞ്ഞു തരിക. കരയുന്നൊരു പുരുഷൻ ആ മോശപ്പെട്ട ഒന്നായിട്ടൊക്കെ നിങ്ങൾ തിരിച്ചരിക്കുന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ല പുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കുക. അല്ലെങ്കിൽ ഭൂമിയുടെ ഒരേ ഒരു പുരുഷൻ്റെ പേരാണ് യേശു. പൗലോസൊക്കെ പറയുന്ന നമുക്ക് ബാക്കിയുള്ളതൊക്കെ വാസ്തവത്തിൽ സ്ത്രീയാണ്. കാലം സ്ത്രീയാണ്, പുരുഷൻ സ്ത്രീയാണ്, സ്ത്രീ സ്ത്രീയാണ്. ഒരേ ഒരു പുരുഷനുള്ളൂ. ആ ഒരു പുരുഷൻ കരഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ നമുക്കുള്ളൊരു സൂചന കൂടിയാണ്. വാസ്തവത്തിൽ കുറേ കൂടി സെൻസിറ്റീവായിട്ടുള്ള, കുറേ കൂടി അടിമുടി മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പുതിയ പുരുഷൻ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. കരച്ചിൽ എന്താ അത്രയും ഒരു മോശപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ എന്തിനായിരിക്കണം കരച്ചിൽ വേണ്ടി അവർ വാഴ്ത്തു കൊടുത്തത്? അഷ്ടഭാഗ്യങ്ങൾ പറഞ്ഞാൽ അതാ വാസ്തവത്തിൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ സമാശ്വസിക്കപ്പെടുന്നൊക്കെ ഉള്ള ഒരു സാന്ത്വന വചനം എൻ്റെ കൂടെയുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ പ്രധാനം. വിലപിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹീതരാണ്. വാസ്തവത്തിൽ വിലപിക്കാത്ത ആ മനുഷ്യനും വിലപിക്കുന്ന മനുഷ്യനും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ലൈഫിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം കൂടുതൽ ഈ കരയുന്ന മനുഷ്യരിലാണ്. അതൊരു മോശം കാര്യമല്ലെന്ന് പറയാനായിട്ട് ശ്രമിച്ച ഒരാൾ അത്തരമൊരു നിലവിളികൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കരച്ചിലുകൾക്ക് നീതീകരണം കിട്ടുന്നുണ്ട്. കരച്ചിലെന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തുമാത്രം ശക്തവും തീവ്രവുമാണോ അത്രയുമാണ് ഒരാളുടെ കരച്ചിൽ. വിശേഷം നമ്മൾ ഈ നോയമ്പ് കാലത്തൊക്കെ അനുതാപക്കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ഓർമ്മയെന്ന് പറയുന്നത് നമ്മുടെ ഇന്നസെൻസാണ്, നമ്മുടെ നിഷ്കളങ്കതയാണ്. ഒരിക്കൽ നമുക്ക് ഈ കുന്തിരിക്കത്തിന് കണക്കൊരു ഗന്ധമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴാണ് ആ നിഷ്കളങ്കതയൊക്കെ നമുക്ക് കളഞ്ഞു പോയത്? ദോസ്റ്റോവസ്കിയുടെ ഒരു കഥാപാത്രം ചോദിക്കുന്ന കണക്ക് എനിക്കുമുണ്ടായിരുന്നു ശുദ്ധമായൊരു ബാല്യം, പൂക്കളുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ആ നിർമ്മലമായൊരു ബാല്യം, എവിടെ വെച്ചാൽ നമുക്കതൊക്കെ കളഞ്ഞു പോയത്? അപ്പോൾ ആ ഓർമ്മ ശൈശവത്തിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ശൈശവത്തിൻ്റെ കൗതുകങ്ങളല്ല, അതെൻ്റെ ബാക്ക്ഡ്രോപ്പ് മാത്രമാണ്. ശൈശവത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കതയുടെ ഒരു കാലമാണ്. ആ നിഷ്കളങ്കതയുടെ ഓർമ്മ ഉള്ളിടത്തോളം കാലം മനുഷ്യർ കരാതിരിക്കാനായിട്ട് ആവില്ല. നമുക്കറിയാം ജീവജാലങ്ങൾക്ക് ഈ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ കരുതുന്ന കണക്കൊരു മെമ്മറിയില്ല. ചില ധാരണകളും ചില ഇൻസ്റ്റിങ്റ്റുകളൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ മനുഷ്യർ സൂക്ഷിക്കുന്ന കണക്ക് ഒരു മെമ്മറി ഈ ജീവജാലങ്ങൾ പുലർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് നിശ്ചയമായിട്ട് സങ്കടമില്ല. ഏതെങ്കിലും ഒരു പശു ഇങ്ങനെ അമ്മ പാൽ കൊടുക്കാത്തതിൻ്റെ പേരിലൊരു പശുക്കുട്ടി അത് ഓർമ്മയിൽ കൊണ്ട് നടക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മനുഷ്യൻ അവൻ്റെ അമ്മ ചെന്നിനായം പുരട്ടിനെക്കുറിച്ച്, മുലപ്പാൽ ചെന്നിനായം പുരട്ടിനെക്കുറിച്ച് ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ പോലെ ഓർമ്മിച്ചെന്നിരിക്കും. അപ്പോൾ ഓർമ്മകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കപ്പത്തിൻ്റെ പേരാണ് ദുഃഖം. അപ്പോൾ വരുന്ന പ്രശ്നം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് സന്തുഷ്ടനായൊരു മനുഷ്യനായിരിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഓർമ്മകളില്ലാതിരിക്കുക എന്നുള്ള. ദൈവം അങ്ങനെ ചോയ്സ് തരികയാണ്. രാത്രി പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ദാ എനിക്ക് 2 ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ ദുഃഖമാവാം അല്ലെങ്കിൽ ഓർമ്മകളാവാം. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഞാൻ വിചാരിക്കുന്നില്ല എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ പറയും എൻ്റെ ഓർമ്മകൾ എടുത്തുകൊള്ളുക, എന്നിട്ട് എനിക്കൊരു സമാധാനം തരിക, സന്തോഷം തരിക. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പോലും വാർദ്ധക്യത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നൊരു സ്മൃതിനാശത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ ഓർമ്മകളില്ലാതിരുന്നെങ്കിൽ നമ്മൾ എന്നാ ചെയ്തേനെ? അപ്പോൾ ഓർമ്മകളുള്ളിടത്തോളം കാലം മനുഷ്യന് ദുഃഖിതനായേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ദുഃഖത്തിൽ ഇത്ര ദുഃഖിക്കാനൊന്നുമില്ലെന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ പതുക്കെ ഈ തിരുവചന ധ്യാനം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പോഴും ഒരു പ്രശ്നം നിലനിൽപ്പുണ്ട്. എന്തായിരിക്കും യേശുവിനെ ദുഃഖിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഘടകം? ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. അതിൽ വളരെ സെൻസിബിളായിട്ട് തോന്നിയ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നത്, പൗലോസൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പാപമൊഴികെ എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് സമനായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാപം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ അവിടുന്ന് പങ്കുചേർന്നിട്ടില്ല. അതിന് പകരമായിട്ട് ചൂണ്ടയിടാൻ കൂടി, വള്ളം തൊഴാൻ കൂടി, ഫുട്ബോൾ കളിക്കാൻ കൂടി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പെരിഫറി, അതിൻ്റെ സർഫേസ് സ്പേസ് മാത്രം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റിൽ അയാൾ പങ്കുചേർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും യേശുവിനോട് ചോദിക്കാൻ പറ്റും, യേശു ഒരു കൗതുകത്തിന് വേണ്ടിയെങ്കിലൊരു പാപം, അത് നമുക്ക് മുമ്പോട്ട് പോകത്തില്ല ഈ സംഭാഷണം. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായി. ഈ പാപത്തിലൂടെ കടന്നു പോകാത്ത ആളെ പാപത്തിൻ്റെ ഫലത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിച്ചു. പാപത്തിൻ്റെ ഫലം എന്താണ്? സെപ്പറേഷനാണ്. എനിക്കും അയാൾക്കും ഇടയിൽ
ഒരു തിരശ്ശീല വരുന്ന തോന്നലാണ് ഈ പാപം തരുന്നത്. നമുക്കറിയാം ആദ്യവട്ടെ അങ്ങനെയായിരുന്നു. തോട്ടത്തിൽ ഈ കൂടെ നടന്നിരുന്ന ദൈവം ഇന്നാവട്ടെ എന്തോ ചില ഇടർച്ചകൾ സംഭവിച്ചു. പതകലനം കേൾക്കുമ്പോൾ അത് ഒളിച്ചു നിൽക്കുകയാണ്, ഒരു തിരശ്ശീല വന്ന് വീഴുക. അപ്പോൾ പാപം ചെയ്യാത്തവൻ പാപത്തിൻ്റെ ഫലത്തിലൂടെ ശമ്പളത്തിലൂടെ കടന്നുപോയി. സെപ്പറേഷനാണ്. ഒരു നിമിഷം അതെങ്ങനെ യേശു താങ്ങുക? നമ്മൾ കേവല മനുഷ്യർക്ക്, ശരാശരി മനുഷ്യർക്ക് പോലും ഓർക്കുമ്പോൾ പേടി വരുന്നു ഈ ദൈവമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത്. അതിങ്ങനെ വെള്ളമില്ലാതെ മത്സ്യം ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന കണക്ക്, ഓക്സിജൻ ഇല്ലാതെ മനുഷ്യൻ ഉണ്ടായിരിക്കാനൊക്കെ പറയുന്ന കണക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ദുരിതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് പോലും അത് അനുഭവപ്പെടുന്നെങ്കിൽ ഇങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവനെ മാത്രം വലം ചുറ്റി ഒരാൾക്ക് ഒരു നിമിഷാർത്ഥത്തിൽ അവിടുത്തെ ആബ്സെൻ്റ് ആകുമ്പോൾ ഒരു പക്ഷേ ഈ നിലവിളിയൊന്നും പോരെന്നാണ് തോന്നുക. കണ്ട വിചാരങ്ങൾ വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. 3 കാര്യങ്ങൾ സുവിശേഷമായിരുന്നു നമുക്ക് വേണ്ടിയുള്ളത്: മാപ്പ്, മോക്ഷം, മൈത്രി. ഇതിപ്പോൾ യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ അവൻ്റെ അന്ത്യമൊഴികളിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡും അടക്കം ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് അവിടെ ഒരു നിലവിളിയുടെ മനുഷ്യനായിരുന്നു. അത് അവസാനത്തോളം അങ്ങനെ തന്നെയാണ്. എന്നിട്ടും ഈ പറയുന്ന ദുഃഖത്തിലല്ല ഇത് അവസാനിക്കുന്നത്. വലിയ പ്രത്യാശയില്ല. എന്തിനെന്നെ കൈവിട്ടെന്ന് പറയുന്ന ഒരാളുടെ കാൽച്ചുവടിൽ തന്നെ ചുരുണ്ടുകൂടി നിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ അർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ ശാന്തനായിട്ടാണ്, സമാധാനത്തിലാണ് അവിടുന്ന് കടന്നു പോയത്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.